നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന്റെ പുതിയ ബിൽഡിങ്ങിന്റെ മുന്നിലാണ്. ഇത് പഴയ പോലീസ് സ്റ്റേഷനായിരുന്നു. ഇത് പുനരുദ്ധീകരിച്ച് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയതാണ്. ഈ മാസം 9 കൂടിയാണ് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും ആരംഭിച്ചത്. സൈബർ ക്രൈമുകൾ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ 2020 വർഷം തന്നെ നമ്മുടെ ഗവൺമെന്റ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 2020 അവസാനം തന്നെ കൊല്ലം റൂറൽ ജില്ലയിൽ സൈബർ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുകയും 2021 ആദ്യ മാസങ്ങളിൽ തന്നെ കൊട്ടാരക്കര സബ് ജയിലിന് സമീപമുള്ള പോലീസ് കൺട്രോൾ റൂം ചേർന്നുള്ള ബിൽഡിംഗിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കൊട്ടാരക്കര അവിടെ ഒരു കുറേയധികം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തീർത്തും കുറച്ച് അസൗകര്യങ്ങളുള്ള ഒരു മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് പുതിയ ബിൽഡിംഗ് അനുവദിച്ചതോടുകൂടി നമ്മുടെ പുതിയ 2025 ഏപ്രിൽ മുതൽ നമ്മുടെ പ്രവർത്തനം കൊട്ടാരക്കര പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി പൂർണ്ണമായ തോതിൽ നിലവിലൂടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ നമ്മുടെ കൊല്ലം റൂറൽ ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം 18 കോടിയോളം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പും മറ്റുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ സമയബന്ധിതമായിട്ട് പരാതി തിരികെ ചെയ്തു വഴി ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ നമുക്ക് എൻ്റെ ആൾക്കാർക്ക് തിരികെ കൊടുക്കാനും മറ്റും സാധിച്ചിട്ടുണ്ട്. ഈ സൈബർ കേസുകളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലായ്മയും കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇല്ലായ്മയും കൊണ്ട് നമുക്ക് ചില അന്വേഷണത്തിൽ ചില പോരായ്മകൾ വരുന്നുണ്ട്. ഈ കേസുകൾ ഉടൻ തന്നെ റിപ്പോർട്ടിങ്ങും മറ്റുമാണ് നമുക്ക് ഇതിനകത്ത് ഫലപ്രദമായ അന്വേഷണവും മറ്റും നടത്താൻ സാധിക്കും. നാട്ടുകാർക്കിടയിലുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ് അന്വേഷണവും നടത്തി കൂടുതൽ കേസുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിനാണ് ചെയ്തു വരുന്നത്. നമ്മൾ ഈ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ കൊല്ലം റൂറൽ ജില്ലയിലേക്കുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. കൊട്ടാരക്കര മാത്രമല്ല, റൂറൽ ജില്ല എന്ന് പറയുമ്പോൾ കൊല്ലം സിറ്റി, കൊല്ലം റൂറൽ എന്നുള്ള 2 പോലീസ് ജില്ലകളാണ്. റൂറൽ ജില്ലയിൽ മൊത്തത്തിലൊരു പോലീസ് സ്റ്റേഷനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്.